ഹലോ ചങ്ങായീസ്, നമുക്കതൊരു അടിപൊളിയായിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി നോക്കിയാണ്. ഈസിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. എനിക്ക് മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടറാണ് ചേർക്കുന്നത് കേട്ടോ. കുറച്ച് അധികം തന്നെ ചേർത്തോളൂ. വേണമെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഇതുമായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി ബട്ടർ മാത്രമാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. ബട്ടർ അധികം തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒരു 1.5 സവോളയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് സവോള നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 2 തക്കാളിയാണ് ഞാൻ ചേർക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാവുന്നതാണ് കേട്ടോ. അതൊരു പൊടികളിൽ നിന്ന് വരുമ്പോൾ 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും അതുപോലെ കുറച്ച് ഗരം മസാല ആണ് ചേർക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചിക്കൻ മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നതോടെ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. ചൂടുവെള്ളം ചേർക്കാം, ഒരുപാട് ചേർക്കണം, ജസ്റ്റ് ഒന്ന് ചേർക്കാം. അതൊരു കുറച്ച് വിനാഗിരി, നമ്മുടെ വിനാഗിരിയുടെ അടപ്പിനെ കുറച്ച് വിനാഗിരി മാത്രം ചേർത്താൽ മതി, ഒരുപാട് ചേർക്കരുത് കേട്ടോ, പുളിയായി പോകും. ഇത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തിട്ട് മിക്സർ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും വേറെ ആഡ് ചെയ്യേണ്ട, ഇതുപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ അതേ കടായിലേക്ക് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മിക്സർ ജാറിലിരിക്കുന്ന ആ ഒരു പേസ്റ്റും മിക്സിയുടെ ജാറ് കഴിയുക കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര, ഒരു 1/4 ടീസ്പൂണിൽ താഴെ മാത്രം പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് വീണ്ടും നമുക്ക് ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് അധികം തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട, ഒരു 2-3 മിനിറ്റ് മാത്രം ഇതുപോലെ അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ ആയതിനു ശേഷം നമുക്കിതിലേക്ക് ക്രീമാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് വീട്ടിലുണ്ടാക്കിയ ക്രീമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുക. അതിന് മുകളിലേക്കായിട്ട് കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഫ്രഷ് ക്രീമി ബട്ടർ ചിക്കൻ തയ്യാറാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ എളുപ്പമാണ് ആക്കാനായിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ താങ്ക് യു, ബൈ ബൈ.